അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സൂഫിസത്തിൻ്റെ പേരിൽ പറയുകയും പാടുകയൊക്കെ ചെയ്യുന്ന പല ആളുകളും പറയുന്നത്, ഞങ്ങൾ ഈ പറയുന്ന സംഗതികൾ ചരിത്രം നോക്കിയാൽ കിട്ടൂല, കിതാബ് നോക്കിയാലും കിട്ടൂല, തഫ്സീറിലും കിട്ടൂല, മുൻഗാമികളുടെ ജീവിതത്തിലുള്ള ചരിത്രവുമല്ല ഞങ്ങൾ പറയുന്നത്. പിന്നെ ഞങ്ങളുടേതായ ചില ഭാവനകളുണ്ടാവും. ആ ഭാവനകളെല്ലാം ചേർത്തൊപ്പിച്ച് ഈണൊപ്പിച്ച് രാഗമൊപ്പിച്ച് ഐക്ക് പറ്റിയ ട്യൂണും വെച്ചിട്ട് അങ്ങനെ അവതരിപ്പിക്കുകയാണ്. അത് ഞങ്ങളുടെ ജീവിത മാർഗമാണ്. ഞങ്ങളത് പാടും, അതാ നമ്മളെ ജീവിത മാർഗമാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. അപ്പോഴാണ് ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ വായ കിട്ടിയത് ഗോതക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ പാടി വിടുമ്പോൾ അത് ഇസ്ലാമികപരമായി അത് അങ്ങനെയല്ലല്ലോ, ചരിത്രപരമായി അങ്ങനെയല്ലല്ലോ. ഇത്രയും കാലത്തെ ഇസ്ലാമിക ചരിത്രത്തിലും തഫ്സീർ ഗ്രന്ഥങ്ങളിലും നിങ്ങളെ അവതരിപ്പിച്ചതുപോലെ ഒരു അവതരണം ഉണ്ടാവുകയില്ലല്ലോ എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ ഭാവനയാണെന്നാണ്. അതിനെ ന്യായീകരിക്കാൻ ചിലപ്പോൾ കമൻറ്റ് ബോക്സിൽ പല ന്യായീകരണ തൊഴിലാളികളും വരും. അങ്ങനെ വന്നപ്പോൾ ഇപ്പം ഞാനിത് അവതരിപ്പിക്കാണ്ടായത്, ഞാനൊരു കമൻറ്റ് ബോക്സ് ഇങ്ങനെ എടുത്തു നോക്കിയപ്പോൾ അതിലൊരു ചങ്ങായി ന്യായീകരിക്കുന്നത് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, തുവാ പർവ്വതത്തിലേക്ക് അങ്ങ് കിടക്കുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറയുകയാണ്, മൂസാ നബിയെ നിങ്ങൾ നിങ്ങളുടെ പാദരക്ഷകൾ ചെരുപ്പുകൾ അയച്ചു വെച്ചുകൊള്ളുക. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് അറിയോന്നാണ് യൂട്യൂബിൽ ചോദിച്ചത്. അടി വന്ന് കമൻ്റ് ഇട്ടത്. ഇന്നലെ പറയാതെ സാധാ ചെരുപ്പായിട്ടാണ് നിങ്ങൾ കാണുന്നത്. മഹാന്മാരാകുന്ന സൂപ്പികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊരു ദുനിയാവും ആഖിറുമാണ് തന്നെ. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഓ മൂസാ നബിയെ, ഇന്നി അന റബ്ബുക്ക, ഞാനാണ് നിങ്ങളുടെ റബ്ബ്. മൂസാ നബിയെ, അങ്ങയുടെ റബ്ബ് ഞാനാണ്. ഫഖ്ലഅന അലൈക, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാദരക്ഷകൾ അയച്ചു മാറ്റുക. എന്തുകൊണ്ട്? ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ, പവിത്രമാക്കപ്പെട്ട തുവാ എന്ന് പറയുന്ന വാദിയിലാണ് അങ്ങ് ഇപ്പോൾ ഉള്ളത്, അതുകൊണ്ട് നിങ്ങൾ അയച്ചു മാറ്റൂ. ആ പറഞ്ഞതിൻ്റെ താല്പര്യം അവിടുത്തെ ചെരുപ്പ് അയച്ചു മാറ്റൂ എന്ന് തന്നെയാണ്. കാരണം അതുകൊണ്ട് തഫ്സീർ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് ഊറക്കിട്ടുകൊണ്ട് ശുദ്ധീകരിക്കപ്പെടാത്ത ഒരു ചത്ത കൈതയുടെ തൊലി കൊണ്ടാണ് അദ്ദേഹം ചെരുപ്പ് ധരിച്ചിരുന്നത് എന്ന്. വക്കീല ചിലവർ പറയുന്നത് അതിൽ തന്നെ ഗൈരി മദ്ബൂഹിൻ എന്ന് പറയുന്നുണ്ട്, അറക്കപ്പെടാത്ത ഒരു കൈതായുടെ തൊലി കൊണ്ടാണ് ഉണ്ടാക്കിയത് ആ ചെരുപ്പ് എന്ന. അദ്ദേഹത്തിൻ്റെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ വസ്ത്രവും തലപ്പാവും എല്ലാം സൂഫ് കൊണ്ട് നിർമ്മിതമാണ്. പക്ഷേ ചെരുപ്പുണ്ടായിരുന്നത് ഒരു ചത്ത കഴുതയുടെ തൊലി കൊണ്ടുണ്ടാക്കിയതായിരുന്നു എന്ന. മറ്റു ചില മുഫസ്സിരീങ്ങൾ പറയുന്നത് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ഇങ്ങനെ ചെരുപ്പ് ഊരണം എന്ന് പറയാനുണ്ടായ കാരണം അത് തവാദുവിന് വേണ്ടി പറഞ്ഞതാണ്. കാരണം അള്ളാഹുവിനെ കാണാൻ പോവുകയല്ലേ, മുനാജാത്തിന് വേണ്ടി പോവുകയല്ലേ, അപ്പോൾ ഒരു ബഹുമാനത്തിനും ഒരു ആദരവിന് വിനയത്തിന്, അതാണ് തവാദുവിന് വേണ്ടി പറഞ്ഞത് എന്ന് പറഞ്ഞൊരു വിഭാഗം. ആ ഒരർത്ഥത്തിൽ പറഞ്ഞതാണ്. അവിടേക്കൊന്നും നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തന്നതായ, ഇത്രയും കാലം തന്നതായ തൗറാത്ത് നിങ്ങൾ വലിച്ചെറിയണമെന്നോ, നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്ന ഖൈറും ഷറുമായ സംഗതികളൊക്കെ ഒഴിവാക്കണമെന്നോ, ഇതൊന്നും ആരും പറഞ്ഞിട്ടില്ല, ഒരു തഫ്സീറിലും ഇല്ല. പിന്നെ ഇവൻ്റെ ഭാവനയിൽ ഇവ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ പറഞ്ഞത്? ചത്ത കൈതായുടെ തൊലി കൊണ്ടുണ്ടാക്കിയ ചെരുപ്പായതുകൊണ്ട് അത് വൃത്തിഹീനമായത് കൊണ്ട് ഒഴിവാക്കണമെന്നും. ഒന്നുകിൽ അത് അല്ലെങ്കിൽ നിങ്ങൾ പവിത്രമാക്കപ്പെട്ട തൂവാ പർവ്വതത്തിൻ്റെ സമീപത്തേക്ക് വരുമ്പോൾ അത് പവിത്രതയെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒഴിവാക്കണമെന്നേ അർത്ഥമുള്ളൂ. ഒരു തഫ്സീറിൽ അങ്ങനെയുള്ളത്. വിവിധങ്ങളായ തഫ്സീറുകൾ പല രൂപത്തിലുണ്ട്. അതിൽ പെട്ടതൊന്നും ഈ പറഞ്ഞ നിങ്ങൾ ഇത്രയും കാലം ജനങ്ങളോട് പറഞ്ഞു നടത്തിയിരുന്ന തൗറാത്ത് വലിച്ചെറിയണമെന്നോ, ജനങ്ങളോട് ഹറാമും ഹലാലും പറഞ്ഞുകൊണ്ട് എന്നിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്, ഇനി നിങ്ങൾ എന്നിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് ചെരുപ്പ് ഊരിയിട്ട് എല്ലാം ഒഴിവാക്കി ഇങ്ങോട്ട് വരണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ചില തഫ്സീറിലൊക്കെ കാണാം നിങ്ങളുടെ അഹ്ലിനെയും മാലിനെയും ഒഴിവാക്കി വരണമെന്നും അതിനൊരു അർത്ഥമുണ്ട് എന്ന് വക്കീല ചില അങ്ങനെ തഫ്സീറിൽ കാണാം. അതിലും ഈ പറഞ്ഞതുപോലെ ദുനിയാവും ആഖിറും വലിച്ചെറിയണമെന്ന് പറഞ്ഞിട്ടില്ല ഉണ്ടോ? ഇല്ല. തഫ്സീറുകളൊക്കെ നോക്കിയാൽ കിട്ടും. പിന്നെ എന്തിനാണ് ഈ പച്ച ഊളത്തരം പറയുന്നത്? ഇസ്ലാമിൻ്റെ പേരിൽ എന്തിനാണ് മുൻഗാമികളാകുന്ന ഇമാമുകളും അയിമത്തും അറിയാത്ത രൂപത്തിൽ എന്തൊക്കെയോ ഭാവനകൾ പറഞ്ഞിടുന്നത്? ഒരുപാട് കാര്യങ്ങൾ അയിമത്ത് തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ കാതികനും പാട്ടുകാരനും എല്ലാമായ ആളുകൾ വ്യാഖ്യാനിക്കുന്നത് പോലുള്ള വ്യാഖ്യാനം ഏതെങ്കിലും ഇമാമിൻ്റെ കിതാബിലുണ്ടോ?
ഏതെങ്കിലും മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? സൂഫികളായ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇനി അതും കൂടി ഒന്ന് കേൾക്കാലോ. മുൻഗാമികളായ ആളുകൾ ആരെങ്കിലും മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ തൗറാത്ത് വലിച്ചെറിയണമെന്നും അതുപോലെ മൂസാ നബി അലൈഹി സ്വലാം പിന്നെ ഈ ഹലാലും ഹറാമും പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് ബഹുദൂരം അകന്നു പോയിട്ടുണ്ട് എന്നും അർത്ഥം വരുന്ന രൂപത്തിൽ ഏതെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ടോ? ചിന്തിക്കണം. അപ്പോൾ ജനങ്ങളുടെ സമീപത്തിലേക്ക്, ജനങ്ങളിലേക്ക്, പൊതുജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത് പറയാൻ പറ്റുന്ന വിഷയമേ പറയാൻ പാടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ ഭാവന എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അടച്ചിട്ട റൂമിൽ സോഷ്യൽ മീഡിയയുടെ അഭാവത്തിൽ നിങ്ങളെ കുഞ്ഞാടുകൾക്ക് മുമ്പിൽ നിങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ ആരാ നിങ്ങളെ അടുക്കളയിൽ വന്ന് വീഡിയോ എടുത്തിട്ട് പിന്നെ അതിനെതിരെ ഗണ്ണിക്കുന്നു? അവർ ഗണ്ണിക്കൂല. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇത്യാദി വിഷയങ്ങൾ ഇടുമ്പോൾ സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്കിത് പറയാനുള്ള ആ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അതിന് മാന്യമായ ഇസ്ലാമിക പൈതൃകത്തിന് എതിരാണ് എന്ന് പറയാനുള്ള ധാർമ്മികമായ അവകാശവും അധികാരവും ഞമ്മക്കുണ്ടെന്ന് മനസ്സിലാക്കണം. അത് നിങ്ങളെ വിമർശിക്കല്ല, നിങ്ങളാ പറഞ്ഞ ആശയത്തെ വിമർശിക്കുന്നത്. ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ. നിങ്ങൾ പറഞ്ഞ വിഷയത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് കാഴ്ചപ്പാടില്ല, അങ്ങനെ സംഭവം പറഞ്ഞിട്ടില്ല. പറഞ്ഞതൊക്കെ 4-5 അഭിപ്രായങ്ങൾ തഫ്സീറുകളിൽ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതൊക്കെയും ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുമായി മുനാജാത്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടുത്തെ വിനയത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെരുപ്പൂരി വെക്കൂ നബിയേ. ഒരർത്ഥത്തിൽ ഇനി അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചത്തൊരു കൈതയുടെ തൊലി കൊണ്ടുണ്ടാക്കിയതായിരുന്നു എന്നുള്ള അഭിപ്രായവും ഇതിനൊക്കെ പ്രാമുഖ്യമുള്ളത്. ഇതൊക്കെയാണ് മഹാന്മാരാകുന്ന അയിമത്ത് പഠിപ്പിച്ചിട്ടുള്ളതും. അതുപോലെ തന്നെ മറ്റൊരു അഭിപ്രായം, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ പവിത്രമാക്കപ്പെട്ട പാദസ്പർശനങ്ങൾ, ബഹുമാനപ്പെട്ട വാദിൽ മുഖദ്ദസയുടെ മണ്ണിൽ സ്പർശിക്കുകയും അതുമൂലം തങ്ങൾക്ക് അവിടുത്തെ ബർക്കത്ത് ഡബിളായി കിട്ടുകയുമെന്നും ഇതുകൊണ്ട് ഉദ്ദേശമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അയിമത്ത് പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മുജാഹിദ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ, ഇനിയും മറ്റുള്ള ഒരുപാട് അയിമത്തുകൾ വേറെയും പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്നും നിങ്ങൾ ഈ പറയുന്ന രൂപത്തിൽ പറഞ്ഞ രൂപത്തിലുള്ള ഉദ്ദേശമുണ്ടായിട്ടുണ്ട് ഈ പറഞ്ഞ ചെരുപ്പൂരാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് എന്ന് പറഞ്ഞ ഒരൊറ്റ ഇമാമിനെയും കാണാൻ കഴിയില്ല. പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി, കമൻറ്റ് ബോക്സിൽ തന്നെ പറഞ്ഞോളി. ഇതിൽ വേറെ രൂപത്തിലുണ്ടെങ്കിൽ പറഞ്ഞോളി. അപ്പം നിങ്ങൾ ഈ ദുർവ്യാഖ്യാനങ്ങളും അതുപോലെ സാങ്കല്പിക ലോകവും ചിലവാകാൻ വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആനിലെ ത്വാഹ എന്ന് പറയുന്ന സൂറത്തിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഇന്നി അന റബ്ബുക ഫഖ്ലഅന അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ എന്ന ഈ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടേണ്ടതില്ല എന്ന് മനസ്സിലാവുന്നുണ്ടോ?